മണർകാട് സെന്റ് മേരീസ് HSSലെ 8ാം ക്ലാസ്സുകാരൻ അഭിനേഷിന്റെ പുറത്തെ ഇരുട്ടിന് വെളിച്ചം പകർന്ന് ലാക്കാട്ടൂർ MGM സ്കൂളിലെ 6ാം ക്ലാസ്സുകാരൻ ജോയൽ സന്തോഷ്. അപ്രതീക്ഷിതമായി മൈതാനത്ത് വെച്ച് കിട്ടിയ സുഹൃത്തിനെ കാണാൻ അഭിനേഷിന്റെ സ്കൂളിൽ ജോയലെത്തി. സ്കൂളിന്റെ ഇടനാഴികളിലൂടെ അവർ ഒന്നിച്ച് നടന്നു, വിശേഷങ്ങൾ പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നടത്തിയ കായികോത്സവത്തിൽ വച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. മിക്സഡ് റിലേ മത്സരത്തിൽ കാഴ്ച പരിമിതിയുള്ള അഭിനേഷിന്റെ കൈപിടിച്ച് ജോയലോടി. പുറത്തെ ഇരുട്ടിന് സൗഹൃദം വെളിച്ചമായി. പ്രൈസ് പോലും പ്രതീക്ഷിച്ചല്ല ഓടിയത്. ഞങ്ങൾ രണ്ടിനും കൂട്ടുകാരാണ്. അങ്ങനെ ഒരു മത്സരത്തിലൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ പുറത്ത് പോയി മത്സരിച്ച് വരുന്നതും. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഞങ്ങൾ കൂട്ടുകാരായിട്ട് ഞങ്ങൾ നല്ലതായിട്ട് ഓടി. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഞങ്ങൾ കൈപിടിച്ച് ഓടി. തന്റെ സ്കൂളിൽ ആദ്യമായി എത്തിയ ജോയലിനെ പാട്ട് പാടിയാണ് അഭിനേഷ് മടക്കി അയച്ചത്. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ മാതാപിതാക്കൾ മക്കളോട് പറയുന്ന കാലമാണ്. അവർക്ക് മുന്നിലൂടെയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ കൈപിടിച്ച് ഒന്നിച്ചോടുന്നത്. കോട്ടയത്ത് നിന്ന് ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്ന രണ്ട് തിക് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഷിനോജ്? അത് നമ്മൾ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഈ കലാമത്സരങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കായിക മത്സരം, ഇത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട ഒരു കായിക മത്സരം ആദ്യമായിട്ട് നടത്തുന്നത് കോട്ടയം ജില്ലയിലാണ്. ആ ജില്ലയിൽ നടന്ന കായിക മത്സരത്തിൽ നടന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യം ഈ സ്റ്റോറിയുടെ ആദ്യം കണ്ടത്. ആദ്യം ഈ ഇതിലേക്ക് വരുന്നതിന് മുൻപ് ഈ കുട്ടികളെന്ന് പറയുന്നവർ നേരത്തെ പ്രത്യേകിച്ച് പരസ്പരം കണ്ടിട്ടൊന്നുമില്ല. നമ്മളൊക്കെ ഈ ഉപജില്ലാ കലോത്സവം എന്നൊക്കെ പറയാറുണ്ട്. ഉപജില്ലകൾ തമ്മിലായിരിക്കും പരസ്പരം ജില്ലാതലത്തിൽ മത്സരം ഏറ്റുമുട്ടുന്നത്. ഇവിടെ അതുപോലെ തന്നെ BRC എന്നാണ് പറയുന്നത്. പാമ്പാടി BRCയുടെ കീഴിൽ വരുന്ന രണ്ട് കുട്ടികളാണിവർ. രണ്ട് സ്കൂളിലെ പിള്ളേരാണ്. ഒന്ന് മണർക്കാട് സ്കൂളിലെ കുട്ടിയാണ്, ഒന്ന് ലാക്കാട്ടൂർ സ്കൂളിലെ കുട്ടിയാണ്. അപ്പോൾ ഇവർ പരസ്പരം അവിടെ വെച്ച് കാണുന്നു. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുള്ള അഭിനേഷിന് 50% കാഴ്ച പരിമിതിയുണ്ട് അഭിനേഷിന്. അപ്പോൾ അങ്ങനെയുള്ള അഭിനേഷിന് കൂടെ ഓടാൻ ഒരാൾ വേണം. അങ്ങനെയാണ് നമ്മുടെ ലാക്കാട്ടൂർ സ്കൂളിലെ ജോയിലെത്തുന്നത്. അവർ രണ്ടുപേരും ഒന്നിച്ചോടി. പ്രൈസൊന്നും അവർക്ക് കിട്ടിയില്ല, പക്ഷേ അവർ ഓടിയത് ജനങ്ങളുടെ മനസ്സിലേക്കായിരുന്നു. അവിടെ കൂടെ നിന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ ഒക്കെ മനസ്സിലേക്കായിരുന്നു രണ്ടുപേരും കൈപിടിച്ച് ഓടിയതെന്നാണ് ഏറ്റവും വലിയ സത്യം. ശരി ഷിനോജ്.